സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീ ഷാജർ ഖാൻ, ഇവിടെ താങ്കൾ പറയുകയുണ്ടായി MBBSന്റെ അത്രയും ചെലവ് ഏറിയ പഠനമല്ല PGയുടേതെന്ന്. ഇനിയിപ്പോൾ MBBSന്റെ ഫീസ് ഘടന നിശ്ചയിക്കുന്നതിലേക്കൂടെ പോവുകയാണ് സർക്കാർ. പക്ഷേ ഈ സർക്കാർ തുറന്ന മനസ്സുണ്ട് എന്ന് നടിക്കുകയാണോ അതോ വാസ്തവമാണോ? അവർ പറയുകയാണ് പ്രതിപക്ഷത്തിന് നിർദ്ദേശങ്ങൾ നൽകാം. ഇപ്പോൾ ഈ കാര്യം കഴിഞ്ഞു, PGയുടെ കാര്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ MBBSന്റെ കാര്യം വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർദ്ദേശം നൽകാമെന്നാണ്. അപ്പോൾ മറ്റു പോംവഴികളൊന്നുമില്ല എന്ന ഒരു നിവൃത്തികേടിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യമാണോ ഉള്ളത്? ഇവിടെ ആദ്യമായി ഒരു സർക്കാരിന് ഇത്രയും അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ മാനേജ്മെൻറ്റുകളെ നിലയ്ക്ക് നിർത്താൻ? ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇപ്പോൾ സർക്കാരുമായി സഹകരിക്കുന്നത് യാദൃച്ഛികമല്ല, സാങ്കേതികമായെങ്കിൽ പോലും അതേ ഉള്ളൂ പോംവഴിയെന്ന് ശ്രീ ജോർജ് പോൾ സമ്മതിച്ചത് ശ്രീ ഷാജർ ഖാൻ കേട്ടതാണല്ലോ. അത് വല്ലപ്പോഴും കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര കർക്കശമായ നിലപാട് ഈ വിഷയത്തിൽ തുടർന്നൊരു വിഭാഗമാണ് അവർ. അല്ല, PG കോഴ്സിൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റട്ടെ. വാസ്തവത്തിൽ ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ വന്നതിന് ശേഷം വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ പുതിയ വ്യവസ്ഥകൾ വന്നപ്പോൾ ഈ ഫീസ് വർധനവിലൂടെ വാസ്തവത്തിൽ ക്യാപിറ്റേഷൻ ഫീ ലീഗലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഉയർന്ന ഫീസ് വാങ്ങി ഏകീകൃത ഫീസ് എന്ന പേരിൽ ഉയർന്ന ഫീസ് വാങ്ങാൻ അനുമതി കൊടുക്കുന്ന കരാറുകൾ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റുകളും തമ്മിൽ ഒപ്പുവെക്കുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വിധി, ഹൈദരാബാദ് വിധി 5 ലക്ഷമായിരുന്നത് 24 ലക്ഷം രൂപയാക്കിയ അവിടുത്തെ ഹൈദരാബാദിലെ ഈ പറയുന്ന കരാറിനെതിരായിട്ട് ഹൈദരാബാദ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും യഥാർത്ഥത്തിൽ ഈ 14 ലക്ഷം എന്നുള്ളത് വാസ്തവത്തിൽ സ്റ്റേ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത് വിദ്യാർത്ഥികളാണ്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന വിധിയൊക്കെ ചൂണ്ടിക്കാട്ടി സംസാരിച്ചെങ്കിലും കോടതിയിലേക്ക് പോകുമെന്ന് ആർജവത്തോടെ പറഞ്ഞ ഒരു ശബ്ദവും അവിടെ ഒന്നും ഉയർന്നിട്ടില്ല. കോടതി പോവുക, കാരണം ഈ മാനേജ്മെൻറ്റുകൾ സംരക്ഷിക്കുക എന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്നുകൊണ്ടാണല്ലോ. അവർ രണ്ടുപേരും ഈ മാനേജ്മെൻറ്റുകളുടെ സംരക്ഷകരായിട്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് അതിൽ വ്യത്യാസം വരില്ല അടിസ്ഥാനപരമായി. പക്ഷേ പ്രശ്നം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, ഈ PG കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ്, സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇനി ഈ PGക്ക് പോകാൻ പറ്റുക? ഈ പറയുന്ന ഉയർന്ന ഫീസ് കൊടുത്ത് എങ്ങനെ പോകാൻ പറ്റും? അത് അസാധ്യമായ കാര്യമാണ്. അതാണ് വിഷയം. ഇപ്പം ജോർജ് പോളിനെ പോലുള്ള ആളുകൾ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ എത്തിക്സിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അവർക്ക് അത് വഴിവാണിഭമായി മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കാണുകയാണ്. അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളോ അതിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ സങ്കല്പങ്ങളോ ഇതൊന്നും അവർക്കില്ലല്ലോ. കച്ചവടത്തിൽ ഏറ്റവും ഉയർന്ന സംഗതി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകീകരണത്തിൻ്റെ കാര്യം എടുത്താൽ പോലും എന്തിനാണ് മാനേജ്മെൻറ്റ് ഫീസ് ഏകീകരിക്കുന്നത്? മെറിറ്റ് ഫീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മെറിറ്റ് ഫീസിലേക്ക് എന്തുകൊണ്ട് ഏകീകരിച്ചുകൂടാ? നമ്മൾ അങ്ങനെ ചിന്തിക്കാമല്ലോ. അല്ല, ഷാജർ ഖാൻ ആ സാഹചര്യം മാറിയില്ലേ? ഈ വർഷം മുതൽ സാഹചര്യം മാറിയില്ല. ഒരേ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് എടുക്കുകയാണ് വിദ്യാർത്ഥികളെ. അവിടെ 2 തരം ഫീസ് കഴിയില്ല. ഈ മാനേജ്മെന്റ് കോട്ട, സർക്കാർ മെറിറ്റ്, അത് ഇല്ലാതായി. ഓക്കെ, അല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫീസിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് കുറഞ്ഞ ഫീസിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൂടാ? പ്രത്യേകിച്ചും മെഡിക്കൽ PG സീറ്റിൻ്റെ കാര്യത്തിൽ എന്താണ് എക്സ്പെൻഡിച്ചർ? 0 എക്സ്പെൻഡിച്ചറാണ് വാസ്തവത്തിൽ. നിങ്ങൾ ഓർത്ത് നോക്ക്, നിങ്ങൾ ആ ഡീറ്റെയിൽസിലേക്ക് വരണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കമ്മീഷന് മുൻപാകെ ഇവർ എല്ലാ രേഖകളും കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ നിശ്ചയിച്ചതാണ് ഈ 14 ലക്ഷം എന്നത്. അവിടെയാണ് കള്ളക്കളി നടന്നിരിക്കുന്നത്. ഈ കമ്മീഷൻ നിശ്ചയിച്ചു എന്ന പേരിൽ, കമ്മീഷൻ്റെ പേരിൽ പറയുന്നത് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റുകളും ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് ഉണ്ടാക്കിയ ആ ധാരണ ഒരു വ്യവസ്ഥയാക്കി കമ്മീഷനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ. ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ധാരണയിലെത്തി, ആ ധാരണ കമ്മീഷനെ അറിയിച്ചു. പക്ഷേ എന്നിട്ട് അത് കമ്മീഷൻ എല്ലാ കണക്കുകളും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച ഫീസാണ് എന്ന നിലയിൽ നിവൃത്തികേട് അഭിനയിച്ച് സർക്കാർ തന്നെ അവതരിപ്പിക്കുന്നു. ശരിക്കും മാനേജ്മെന്റിന്റെ വേഷമിട്ട് സർക്കാർ തന്നെയാണോ കമ്മീഷനെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചത്? ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു കോസി ജുഡീഷ്യറി ബോഡിയെ നമ്മൾ ഈ ചർച്ചയിൽ അങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും ആദ്യത്തെ കാര്യമൊന്നുമല്ല. ഇതൊന്നും ആദ്യത്തെ കാര്യമൊന്നുമില്ല. ഈ ക്വാസി ഈ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ആദ്യത്തെ കമ്മീഷൻ ആയിരുന്നല്ലോ ഈ ഇടത് ഗവൺമെന്റ് കാലത്ത് സ്വാശ്രയ നിയമവുമായി ബന്ധപ്പെട്ട് വന്ന PA മുഹമ്മദ് കമ്മിറ്റി. അതിനെതിരെ ഏതറ്റം വരെ പ്രതികരിച്ചവരും അതിനെ പൂർണ്ണമായി നിരാകരിച്ചവരുമാണ് ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റുകൾ. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷാജിർ ഖാൻ പറഞ്ഞല്ലോ PGക്ക് ഒരു എക്സ്ട്രാ ചെലവും വരുന്നില്ല എന്ന്. അതൊരു ശുദ്ധ അസംബന്ധമാണ്. PGക്ക് യാതൊരു ചെലവും അധികം വരുന്നില്ല എന്നത് ഷാജിർ ഖാൻ ഒരു കാര്യവും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
അതായത് ഒരു PG കോഴ്സ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ റേഡിയോളജി എടുക്കാം. റേഡിയോളജിയിൽ MD റേഡിയോളജി കോഴ്സ് നമ്മൾ ഒരു കോളേജിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫസറെയും ഒരു അസോസിയേറ്റ് പ്രൊഫസറെയും 3 സീനിയർ റെസിഡൻറ്റിനെയും എഡീഷണലായിട്ട് വെക്കണം. MBBS കൂടാതെ ഒരു പ്രൊഫസർക്ക്, റേഡിയോളജി പ്രൊഫസർക്ക് മാത്രം ഇപ്പോഴത്തെ സാലറി 5.5 ലക്ഷം മുതൽ 7.5 ലക്ഷം രൂപ വരെയാണ്. റേഡിയോളജി പ്രൊഫസറെ ഒരു മാസത്തെ ശമ്പളം, ഒരു റേഡിയോളജി സീനിയർ റെസിഡൻറ്റിൻ്റെ ശമ്പളം 3 ലക്ഷം രൂപയാണ്. വെച്ച് കണക്ക് നോക്കൂ, ഒരു മാസത്തേക്ക് ഒരു 2 MD റേഡിയോളജി സീറ്റ് കിട്ടാൻ വേണ്ടി എത്രത്തോളം അധിക ചെലവുണ്ടെന്ന് ശ്രീ ഷാജിർ ഖാനെ പോലുള്ള ആളുകൾ വാസ്തവങ്ങൾ മനസ്സിലാകാതെ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് മെഡിക്കൽ PG പ്രവേശനം എത്രമാത്രം സാധ്യമാണ് സത്യസന്ധമായി പരിശോധിച്ചാൽ? കാരണം ഈ പറയുന്ന തുക എങ്ങനെയാണ് ഒടുക്കാൻ കഴിയുക? വിദ്യാഭ്യാസ വായ്പയായിരിക്കാം ഒരു സാധ്യത, പക്ഷേ അതിൻ്റെ തിരിച്ചടവ് എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമായിരിക്കും? കാരണം ഈ പറയുന്ന ആൾ ജോലി കിട്ടിയാൽ തന്നെ, ഇപ്പോൾ സർക്കാർ സർവീസിലാണ് കയറുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രതിനിധി VT ബൽറാം പറഞ്ഞത് 80,000 മുതൽ 80,000 രൂപ വരെ ശമ്പളം ഉണ്ടാകും. പക്ഷേ ആ തുക വെച്ചുകൊണ്ട്, ആ വരുമാനം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ വായ്പ അടയ്ക്കാൻ പോലും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ഇവർ ഈ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും, അതല്ല എങ്കിൽ ഇവർ കഴുത്തറുക്കുന്ന പരിപാടിയിലേക്ക് ഇവർ സ്വയം പോകും. താങ്കൾ എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ? അല്ല, അതിനകത്ത് വേണു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മെഡിക്കൽ PGക്ക് വരുന്നവര് എല്ലാവരും BPLകാരാണെന്നുള്ള മട്ടിലാണ് വേണു ഈ അവതരിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ അതല്ലല്ലോ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതല്ലല്ലോ. അവർക്കൊക്കെ സാമ്പത്തികമായിട്ടൊരു ബേസിക് ആയിട്ടൊരു റിട്ടേൺ ഉണ്ട്. MBBS പാസ്സായി കഴിഞ്ഞ് 1-2 വർഷവും ജോലി ചെയ്ത് കുറെ പണം ഉണ്ടാക്കാനുള്ള അവസരം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അവർ MDക്കും MS-നും ഒക്കെ ജോയിൻ ചെയ്യുന്നത്. ഇതുമൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണത്തിന് ബാങ്ക് ലോണുണ്ട്, എന്നിട്ട് അത് റീപേ ചെയ്യാം. അത് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പ്രാക്ടീസിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് റീപേ ചെയ്യാം. ശ്രീ ജോർജ് പോൾ, അപ്പൊ ഈ PGക്ക് പഠിക്കാൻ വരുന്ന അത്യാവശ്യം പൈസക്കാർ തന്നെയാണ്. ഒന്ന് പറയാം, എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിക്കാം, എനിക്കറിയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വാശിയില്ല. ശ്രീ ജോർജ് പോളിന്റെ വർത്തമാനം എന്തുകൊണ്ടോ അത്ഭുതങ്ങൾക്കിടയില്ലാത്ത വണ്ണം നല്ല ശുദ്ധ സവർണ മാടമ്പി ഫ്യൂഡൽ തമ്പ്രാക്കന്മാർ പണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞതാണ്. BPLകാരല്ലോ. എന്താ BPLകാർ ഇത് PGക്ക് പഠിച്ചാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? അതെന്താ മനസ്സിലാക്കാതെ? BPLകാർ പഠിക്കും. അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ധാരണയാണ് BPLകാരല്ലോ പഠിക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ എന്താ, BPL ലിസ്റ്റിൽ പെട്ടവരൊന്നും മെഡിക്കൽ PG കോഴ്സിൽ പഠിച്ച് പാസ്സായി പരീക്ഷ എഴുതി PG ഡോക്ടർമാരായി നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മറ്റിതര ആശുപത്രികളിൽ വരണ്ടെന്നുള്ള ഒരു ശുദ്ധ മാടമ്പി വർത്തമാനമാണ്. ജോർജ് പോൾ, ഞാൻ മറുപടി പറയാം. ഈ പറയുന്ന നേതാവ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് BPLന് മാത്രമായിട്ട് ഗവൺമെന്റ് കോളേജുകൾ റിസർവ് ചെയ്ത് വെക്കട്ടെ. അതുണ്ട് സാർ, അത് നമുക്ക് നന്നായി അറിയാം. ആ സീറ്റുകളുടെ എണ്ണം ഈ ഒരു വർഷ കാലഘട്ടം മാത്രം 78 കൂട്ടിയ കാര്യവും ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ അതല്ല, നിങ്ങളുടെ സംഭാഷണത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സവർണ മനോഭാവം, മാടമ്പി സ്വഭാവം, അത് ഞാൻ സൂചിപ്പിച്ചു. കൂടുതൽ ഇവിടെ വാചകമൊന്നും അടിച്ചിട്ട് കാര്യമില്ല. മന്ത്രിയോട് ചോദിച്ചാൽ മന്ത്രി പറഞ്ഞു തരും. മന്ത്രി പറഞ്ഞു തരും. ഇവിടെ പഠിക്കുന്ന 90% ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്ന 90% മെറിറ്റിൽ വരുന്നവർ റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്നവരാണെന്ന്. ഞാൻ ഇവിടെ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്നത് നിങ്ങളുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അരമനയിലോ അല്ല, നിങ്ങളുടെ വീട്ടിലോ അല്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ചാനലിലെ പ്രതിനിധി വന്നിട്ടാണ് ഞാൻ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അരമനയിലോ ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. പിന്നെ മന്ത്രിയോട് ചോദിക്കാനൊക്കെ പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ച് നല്ല അവധാനതയും പാണ്ഡിത്യവും ഉള്ളത് എന്ന ഒരു ഉൾക്കടലമായിട്ടുള്ള നമുക്ക് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് പോകേണ്ട. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ N. ഷംസുദ്ദീൻ, PGയുടെ കാര്യം അടഞ്ഞ അധ്യായമെന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചിരിക്കുകയാണ് സർക്കാർ. അത് അംഗീകരിക്കുമോ? അല്ല, PGയുടെ കാര്യം പിന്നെ അടഞ്ഞ അധ്യായമാവരുത്. ഇപ്പോൾ ഇവിടെ SFIയുടെ പ്രതിനിധി വളരെ വാചാലമായിട്ട് സംസാരിച്ചു. ആ ഒരു വികാരം ഈ ഗവൺമെൻറ്റിന് ഉണ്ടാവേണ്ടതല്ലേ? കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വർധനവ് ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയില്ല. അതിൽ മാറ്റം വരുത്താനുള്ള ശ്രമം സർക്കാർ ചെയ്യണം
എന്നിടത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ പ്രതിപക്ഷത്തിന് കോടതി പോകുക എന്നുള്ളതല്ലല്ലോ. ഞങ്ങളിത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നാട്ടുകാരോട് പറയും. നിയമസഭക്കകത്ത് ഞങ്ങൾ പോരാടും. ചില കാര്യങ്ങളിൽ വേണ്ടി വന്നാൽ കോടതി പോകുന്നവരെ സഹായിക്കാനും അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതോടൊപ്പം മറ്റൊരു സൂചന കൂടി ഞങ്ങൾ നൽകുന്നത്, കഴിഞ്ഞ തവണയും MBBS പ്രവേശനത്തിൽ 4-5 കൊല്ലം കൊണ്ട് UDF ചെയ്തത് ഒറ്റയടിക്ക് അതിനേക്കാൾ കൂടുതൽ സംഖ്യ ഇടതുപക്ഷ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു അപകടം ഈ PGയുടെ മറവിൽ PGയുടെ മറ പിടിച്ചുകൊണ്ട് ചുവട് പിടിച്ചുകൊണ്ട് ഇത്തവണത്തെ MBBS പ്രവേശനത്തിൽ ഉണ്ടാവരുത്. പിന്നെ ഇതിനിപ്പോൾ ഒരു പുതിയ ഓർഡിനൻസ്, ഒരു പുതിയ നിയമം ഈ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ കുറേ ജനപ്രിയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. സംസ്ഥാനങ്ങൾക്ക് നിയമം കൊണ്ടുവന്നാലും അതിന് പരിധിയുണ്ട്. ഇത് സത്യത്തിലൊരു കേന്ദ്ര നിയമം കൊണ്ട് ഇതെല്ലാം ക്രോഡീകരിക്കുന്ന സർക്കാരുകൾക്ക് നിയന്ത്രണം ഉണ്ടാകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണം. ഇപ്പോൾ പഴയ UDF സർക്കാരിനെ പോലെയല്ല, 2-3 സുപ്രീം കോടതി വിധിയിലൂടെ ഇതിൻ്റെ മേൽ സ്വാശ്രയ കോളേജുകളുടെ മേൽ സർക്കാരിനൊരു നിയന്ത്രണം കിട്ടിയിട്ടുണ്ട്. പല കാര്യത്തിലും നീറ്റ് ഒന്നിച്ചുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ സൂപ്പർവൈസറി റെഗുലേറ്ററി കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥി പക്ഷത്ത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. ഞാൻ ഷാജിർ ഖാനിലേക്ക് പോയതിനു ശേഷം ജയിക്കിലേക്ക് വരാം. അവസാനത്തെ ഊഴം ജയിക്കിന്. ഷാജിർ ഖാൻ, ഇവിടെ സ്കോളർഷിപ്പ് എന്നതിലേക്ക് ഈ സർക്കാർ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? മാനേജ്മെൻറ്റുകളോട് സ്കോളർഷിപ്പ് നിർബന്ധിക്കാനുള്ള സാഹചര്യം എത്രത്തോളമാണ്? ഫീസ് കുറയ്ക്കാനുള്ള സാഹചര്യം എത്രത്തോളമാണ്? ഇത് മൂന്നുമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകുമെന്നാണ്? അല്ല, ഫീസ് കുറയ്ക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി വേണം. ഗവൺമെൻറ് മാനേജ്മെൻറ്റുകളോട് വാസ്തവത്തിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കീഴ്വഴങ്ങി നിൽക്കുകയാണല്ലോ. അത് കഴിഞ്ഞ മെഡിക്കൽ MBBS കോഴ്സിൻ്റെ കാര്യത്തിലുണ്ടാക്കിയ ഫീസ് ഘടന തന്നെ വളരെ വ്യക്തമായിരുന്നു. അവരാവശ്യപ്പെട്ടതിനേക്കാൾ ഉയർന്ന ഫീസ് അവർക്ക് അനുവദിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴും ഇതിലും വന്നിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വിധത്തിലുമുള്ള ശക്തമായ ഒരു ഇടപെടൽ നടത്താതെ ഈ ഒറ്റയടിക്ക് 14 ലക്ഷമാക്കി അങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ആരുമായിട്ട് ആലോചിച്ചു ഏകീകരിക്കണമെന്ന വിഷയത്തിൽ പോലും ഒരു ധാരണ ഉണ്ടാക്കുമ്പോൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തുള്ള മെഡിക്കൽ രംഗത്തുള്ള അസോസിയേഷനുമായിട്ട് ആരുമായിട്ടും ആലോചിച്ചിട്ടില്ല. മാനേജ്മെൻറ്റുകൾ പറയുന്നു, പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിക്കുകയാണ് 14 ലക്ഷമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് ഇറങ്ങുന്നു. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നില്ല, സ്വാശ്രയക്കാരുടെ സ്വന്തം സർക്കാരോ എന്ന് ചോദിച്ചാൽ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ സ്വന്തം സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചു. എനിക്ക് സമയം വളരെ കുറവാണ്. ഷാജിർ ഖാനോട് കമന്റ് ചെയ്യാൻ സമയം കിട്ടുമെന്നറിയില്ല. എന്നാലും പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചു, ഇത് വിദ്യാർത്ഥി വിരുദ്ധ സർക്കാരാണ് എന്ന് സൂചിപ്പിച്ചു. അതിനോട് ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടെ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്നില്ല എന്ന് വെച്ചാൽ വിദ്യാർത്ഥി വിരുദ്ധ സമീപനം സ്വീകരിച്ചു എന്ന് തന്നെയാണ് ആശങ്കകൾക്കിടയില്ലാത്തവണ്ണം അതിന്റെ അർത്ഥം. ഞാൻ പറയാം, ഇവിടെ ഞങ്ങൾ 1 വർഷ കാലഘട്ടം മുമ്പ് ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഞാനടക്കം ഈ നാട്ടിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ തെരുവിൽ അടിയേറ്റ് വാങ്ങിയതാണ്. ഞങ്ങൾ പാഠപുസ്തകമേ ചോദിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല അഹങ്കാരം കലർന്ന അഭിമാനമുണ്ട്. ഇപ്പോഴത്തെ ഈ വേനലവധി കാലത്ത് ഈ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാഠപുസ്തകം മുഴുവൻ എത്തിച്ചിരിക്കുന്നു. ഈ വേനലിന്റെ മഴ മാറി നാളെ പുതിയ പ്രഭാതത്തിൽ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ സൗജന്യ യൂണിഫോം കൊടുത്തിരിക്കുന്നു. വിദ്യാഭ്യാസ വായ്പ 900 കോടി രൂപ കൊടുത്തു. ഇവരുടെ സർക്കാരല്ല, ഈ സർക്കാരാണ് കൊടുത്തത്. 900 കോടി രൂപ കൊടുത്തിരിക്കുന്നു. ഇവർ ഒരു വിദ്യാഭ്യാസ വായ്പ എടുത്ത ഒരു കുട്ടിയുടെ അച്ഛനെ റിമാൻഡ് ചെയ്തിരുന്നു. ഞങ്ങളുടെ സർക്കാർ ആ കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, RSSകാരുണ്ട്. അവർക്കൊക്കെ ഈ സർക്കാരിന്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഈ വിഷയത്തിൽ ഇവിടെ മുമ്പ് മെഡിക്കൽ MBBS വിഷയത്തിൽ എങ്ങനെയാണ് സ്വാശ്രയ ലോബിയുടെ കൂടെ സർക്കാർ നിന്നത് ശ്രീ ഷാജിർ ഖാനും നിങ്ങളും ഒരേപോലെ പറയുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. 13-ൽ നിന്ന് 20 കോളേജുകൾ അധികമായി കൂട്ടിയത് കൊണ്ടാണോ? 449 മെറിറ്റ് സീറ്റുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ടാണോ? 25,000 രൂപയ്ക്ക് പഠിക്കാവുന്ന സീറ്റുകൾ 155 എണ്ണം വർദ്ധിപ്പിച്ചത് കൊണ്ടാണോ സ്വാശ്രയ ലോബിയുടെ കൂടിയായത്? ഇപ്പോഴത്തെ സ്വാശ്രയ കോളേജും കോഴ്സും തുടങ്ങാൻ പോകുന്നില്ല, അത് കോടതി ചലഞ്ച് ചെയ്ത് നിങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനുള്ള ആർജവം സർക്കാർ കാണിച്ചില്ലേ? അൺഎയ്ഡഡ് സ്കൂളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നു. ആ ഘട്ടത്തിലൊക്കെ സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ വിദ്യാർത്ഥി പക്ഷ നടപടികൾ സ്വീകരിച്ച സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ശരി, ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.